ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ എടുക്കാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്ത് ഗോസിപ്പാണ് മറ്റുള്ളവർ പറയുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ തലകുത്തി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ പല പ്രശ്നങ്ങൾക്കും മറുപടി കിട്ടാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരം ആണ്. പക്ഷെ എന്നാൽ കൂടെയും മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇവിടെ സാമ്പത്തികം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വളരെയധികം സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്നത്. ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ എത്രമാത്രം സന്തോഷത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം ദുഃഖത്തിൽ കഴിഞ്ഞാലും നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് ചിരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റി മറ്റുള്ളവർ പറയുന്നത് എത്ര ദുഃഖമുണ്ടെങ്കിലും അവർ അത് മറച്ചു പിടിക്കാൻ സമർത്ഥരാണ് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ പറ്റി പറയുന്നത്. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷത്തിൽ കഴിയുന്ന വ്യക്തികളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളുടെ ഈ സന്തോഷം കാണുമ്പോഴൊക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞാൽ പോലും മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അവരത് മറച്ചു വെച്ചിട്ട് നടക്കുകയാണ് എന്ന് പറയാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു. ഇത് ഏറ്റവും വലിയ ഒരു ഗോസിപ്പ് തന്നെയാണ്. കാരണം നിങ്ങളുടെ സന്തോഷത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും നിങ്ങൾ സന്തോഷം അനുഭവിച്ചാൽ പോലും മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരില്ല. കാരണം അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നല്ലൊരു ഫാമിലിയിലായിരിക്കാം, നല്ല ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി കുട്ടികളും ഒന്നിച്ച് നല്ല ഒരു ജീവിതത്തിലേക്കായിരിക്കാം നിങ്ങൾ പോകുന്നത്. പക്ഷേ എന്നാൽ പോലും മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നിത് അഭിനയിച്ച് കാണിക്കുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ എന്നുള്ളതാണ് അവർ നിങ്ങളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും എങ്ങനെ തന്നെയാണ്. ക്വീൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. മറ്റുള്ളവർ നിങ്ങളെ പറ്റി പറയുന്നു, നിങ്ങൾ സമൂഹത്തിലൊക്കെ വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ആൾക്കാരായി പോയി, പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഒരുപാട് അനുഭവിക്കും. ഇപ്പോൾ കുറച്ച് വലിയ ഒരു നിലയിലാണ്, പക്ഷെ ഇത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പകിട്ടും ഗാംഭീര്യവും ഒക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പതിയെ താഴെ വരുന്നതാണ്, ഇത് നശിച്ചു പോകുന്നതാണ്, ഇതൊരിക്കലും നിലനിൽക്കുന്നതല്ല എന്നൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അസൂയ നിമിത്തം അവർക്ക് പറയുന്നത് ഇത് തന്നെയാണ്. അവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയും ഒക്കെയുള്ള വ്യക്തിയാവണം. അപ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒത്തിരി കാലമൊന്നും നിലനിൽക്കുകയില്ല, എത്രയും പെട്ടെന്ന് ഇത് ഈ മുകളിൽ നിന്നും താഴെ വരും, അത്രമാത്രം നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നാണ് നാശത്തിലേക്ക് പോകുന്നത് എന്നാണ് മറ്റുള്ളവർ നിങ്ങളെ പറ്റി പറഞ്ഞ് സന്തോഷിക്കുന്നത്. മോശമായിട്ട് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായി? ഇതൊരു തരം ഗോസിപ്പ് തന്നെയാണ്.
ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്ഥായിയായ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ സന്തോഷകരമായ കുടുംബ ജീവിതത്തിലാണ് നിങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും ഒരു കലഹം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പാര വയ്ക്കണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ അതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു നല്ല ലൈഫിലേക്കാണ് നിങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ തകർക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ ബന്ധുക്കളും ആവാം അതിനിടയിൽ. അപ്പോൾ മറ്റുള്ളവർ അത് തകർക്കണം, അവരുടെ മനസ്സുകൊണ്ട് പറയുന്നതും ഇത് തന്നെയാണ്. ഇത് എങ്ങനെയെങ്കിലും ഇതിനിടയിൽ ഒരു പാര വയ്ക്കണം, രണ്ടിനെ രണ്ടാക്കണം എന്നൊക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ രണ്ടുപേരെയും രണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളോടുകൂടി കഴിയുന്ന ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അവരുടെ ആ ദൃഷ്ടിദോഷ നിമിത്തവും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷം മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ പാടില്ല. സങ്കടം വരുമ്പോഴായാലും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും പാടില്ല. മനസ്സിലായോ? അതിനെ സമതുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനേ പാടില്ല. അപ്പോൾ തന്നെ അവരുടെ അസൂയ കലർന്ന ആ ദൃഷ്ടി നിങ്ങളുടെ മേൽ ബാധിക്കും. അതൊരു നെഗറ്റീവ് എനർജി ആവും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെയും ഒക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിൽ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്, അല്ലെങ്കിൽ സന്തോഷവാനാണ്, ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നു, ഇതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അത് കേട്ടാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അത്. ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവർ പ്രതിക്കൂട്ടിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇല്ലാത്ത കുറ്റം ചുമത്തി നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ എനർജി നിങ്ങൾക്ക് ചുറ്റിനും തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിലൊന്നും വീഴാതെ പരമാവധി പരിശ്രമിക്കണം. അതിൽ നിന്നൊക്കെയും നിങ്ങൾ വെളിയിൽ വരാനാണ് ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ വെളിയിൽ വരാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അതിനുള്ളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരോ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ ഇതുപോലെയുള്ള സന്തോഷകരമായ ലൈഫ്, ഇതുപോലെ സന്തോഷകരമായ ലൈഫ് കണ്ടിട്ടാവണം മറ്റുള്ളവർ നിങ്ങളിലേക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളെ ഒരു കെണിയിൽ അകപ്പെടുത്താൻ വളരെയധികം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നും അങ്ങനെ അഥവാ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു കടക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പറ്റി ഇല്ലാത്ത പരദൂഷണം പറഞ്ഞിട്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ചിലപ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കെണിയിൽ നിങ്ങളെ അകപ്പെടുത്തും. എന്നിട്ട് അവർ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും. മനസ്സിലായി? ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുമായി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവണം മുൻപേ തന്നെ. അത് ഇനിയെങ്കിലും അത് പാടില്ല. ഫൈവ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടോ അത്രയും മറ്റുള്ളവർക്ക് സന്തോഷമാണെന്നാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ പറയുന്നുണ്ട് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മിടുക്കരാണ്, അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ നിങ്ങൾ മിടുക്കരാണ്, മറ്റുള്ളവരെ എത്രമാത്രം ദ്രോഹിച്ചും നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നാണ് മറ്റുള്ളവർ നിങ്ങളെ പറ്റി കരുതുന്നത്. മനസ്സിലായോ? ചില സമയങ്ങളിൽ അങ്ങനെയാവാം. എന്തായാലും ശരി, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനെ നിങ്ങൾ ഒരിക്കലും പ്രകടമാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനും പാടില്ല.
മനസ്സിലായി. ഇവിടെ ചില ആൾക്കാരുടെ എനർജി ഉണ്ട്, മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ. അത് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലൂടെ, എന്തെങ്കിലും തരത്തിലുള്ള ചതിപ്രയോഗത്തിലൂടെ ആയാലും, അല്ല എങ്കിൽ സ്വാർത്ഥതയിലൂടെ ആയാലും, അതുപോലെ തന്നെ ഈഗോയിലൂടെ ആയാലും മറ്റുള്ളവരെക്കാൾ മുൻപോട്ട് വരണം എന്നുള്ള ചിന്തയുണ്ട്. അത് അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഇവിടെ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ മനസ്സിലാക്കി അത് നിങ്ങളോട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാം. അതുപോലെ ചില പുതിയ ജോലികൾ നിങ്ങൾക്ക് ലഭിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെയും അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായി. അവർ ഉടനെ തന്നെ അവരുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ പറയുന്ന ഇപ്പോൾ സാധിച്ചു കിട്ടും, ഇപ്പോൾ തന്നെ അതിലങ്ങ് സക്സസ് നേടാൻ പോകല്ലേ പിന്നെ എന്നൊക്കെയുള്ള ഒരു പുച്ഛഭാവത്തിൽ നിങ്ങളെ കാണുന്നതും പുച്ഛരസത്തിൽ നിങ്ങളോട് സംസാരിക്കുകയും അതുമല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിവിടെ പുതിയ ചാനലുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാം. അതുപോലെ പുതിയ ജോലി ലഭിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും മറച്ചു വയ്ക്കുക തന്നെ വേണം അസൂയാലുക്കളോട് എന്നാണ് ഇവിടെ. അങ്ങനെയുള്ളവരോട് മതി, ഇല്ലാത്ത നല്ല സ്നേഹമുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അഥവാ ഇനി അത് അവർ അറിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് നാശം വരുത്താൻ വേണ്ടി അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവണം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. മതിയായ സാമ്പത്തികം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അത്യാവശ്യം വേണ്ട സാമ്പത്തികമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് കടം മേടിക്കാൻ പോകുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി നിങ്ങളുടേത് കാണുമ്പോൾ തന്നെയും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മറ്റു പലരും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മറ്റുള്ളവരോട് കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ കടബാധ്യത ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്യാവശ്യ സാമ്പത്തികം ഉണ്ടെന്നും മറ്റുള്ളവരോട് നിങ്ങൾ യാചിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങാൻ പോകുന്നില്ല എന്നുള്ള സ്വഭാവം മനസ്സിലാക്കുമ്പോൾ തന്നെയും അവർക്ക് നിങ്ങളോട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയയുണ്ടാകുന്നു. അങ്ങനെ ഒരു നുണപ്രചരണം നിങ്ങളെപ്പറ്റി നടത്തുന്നതും ഇവിടെ കാണുന്നുണ്ട്. അതിനുള്ള സാധ്യത ഏറെയുണ്ട്. മനസ്സിലായോ? അങ്ങനെ നിങ്ങളെപ്പറ്റി പറയുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലാവാം, കാഴ്ചയിൽ നിങ്ങൾക്ക് സൗന്ദര്യമുള്ളവരാവാം, ഇനി അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഉയർന്ന നിലയിൽ ജീവിതം നയിക്കുന്നവരും ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാവാം, അത്യാവശ്യം സാമ്പത്തികം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നല്ല ജോലി ഉണ്ടാവാം, ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്നവരാവാം, സമൂഹത്തിൽ പല കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളെ പലരും ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ആവാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് നിങ്ങളോട് മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് വന്ന് പറയുകയും ചെയ്യും, അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട്, നിങ്ങളെ പറ്റി മറ്റുള്ളവർ നല്ലതായിട്ടാണ് സംസാരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ളവരാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ വന്നു ചേരുന്നത്. ഇതൊക്കെ നിങ്ങളോട് മുഖത്ത് നോക്കി നിങ്ങളെ പുകഴ്ത്താനും അവർക്ക് മടിയില്ല. ഈ ഒരു സമയത്ത് അത്തരം പുകഴ്ത്തലുകൾ നിങ്ങൾക്ക് ഏറെ കേൾക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതണം, മനസ്സിൽ കുറിച്ചിടണം, ഇത് നല്ലതിനല്ല എന്ന്.
ഇതെന്നെ പറ്റി വെറുതെ ഒന്ന് നുണ പറയുകയാണ്, അല്ലെങ്കിൽ എന്നെ ഒന്ന് പുകഴ്ത്തി പറയുക മാത്രമാണ് ഇത്, അല്ലാതെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള സ്നേഹമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾ കണ്ടില്ലേ, കിങ് ഓഫ് വാൺസ് അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾക്ക് എന്തോ ജോലി കിട്ടാനുള്ള സാധ്യത, എന്തോ സാമ്പത്തികം വരാനുള്ള സാധ്യത ഒക്കെയുണ്ട്. ഇതൊക്കെ ആരോടും പറയാൻ പറ്റില്ല, പാടില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം സംഭവിക്കുന്നതാണ്. അത്രമാത്രം അസൂയയുള്ളവരാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളവർ എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ കിങ് ഓഫ് വാൺസിന്റെ എനർജി, നിങ്ങളൊരു ഉയർന്ന പദവിയിലായിരിക്കാം, നിങ്ങൾ സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നതൊക്കെ ഉയർന്ന ഒരു പദവിയിലായിരിക്കാം, മനസ്സിലായി? അതവിടെ അങ്ങനെ നിലനിർത്തിയാൽ മാത്രം മതിയാവും. മറ്റുള്ളവരോട് ഒന്നും കൊട്ടിഘോഷിക്കാൻ പോകരുത്. നിങ്ങളോട് പറയാം, അവർ നിങ്ങളോട് പറയും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന വ്യക്തിയാണെന്നറിയാം, നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നും ഐശ്വര്യമേ വരൂ എന്നൊക്കെ നിങ്ങളോട് നേരിട്ട് പറയും. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് നശിച്ചു പോണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.